നല്ല സൂപ്പർ മഴയാണ് ഇവിടെ. തലേന്ന് രാത്രി മോളുടെ ടീച്ചറിൻ്റെ വക ഒരു ഓർഡർ, 100 പേർക്ക് കുടിക്കാനുള്ള പായസം വേണമെന്ന്. ടീച്ചർ എന്നെ സജസ്റ്റ് ചെയ്തു സേമിയ പായസം മതിയെന്ന്. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ രാവിലെ ഷോപ്പിൽ പോയി പായസത്തിനുള്ളതെല്ലാം കളക്ട് ചെയ്തു. പായസപ്പണി തുടങ്ങി. അങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ നെയ്യൊഴിച്ചു. റോസ്റ്റഡ് സേമിയ ആണെങ്കിലും ഒന്നുകൂടി റോസ്റ്റ് ആക്കാമെന്ന് വെച്ചു. ഇതിനിടയിലെ മൈൻഡ് ജസ്റ്റ് ഏലക്കയിലോട്ട് പോയി. മിസ്സായ ഏലക്ക തിരഞ്ഞു പിടിച്ച് വന്നപ്പോഴേ എനിക്ക് നല്ല പണിയും കിട്ടി. സേമിയ കരിഞ്ഞു എന്നാണ് ഈ പറയണേ. ആകെ മൂഡൗട്ടായി. ഇനി ഷോപ്പിൽ പോകണം, സേമിയ വാങ്ങണം, കൊടുക്കാനുള്ള ടൈമുമായി. ടീച്ചറിൻ്റെയും കുട്ടികളുടെ മുഖം ഓർത്തപ്പോൾ പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കി അവിടെ എത്തിക്കണമെന്ന് തോന്നി. പിന്നെ അങ്ങോട്ടെല്ലാം ഫാസ്റ്റായിരുന്നു. അങ്ങനെ പായസം ഉണ്ടാക്കി പാത്രങ്ങളിലാക്കി. എങ്കിലും മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇനി ഇങ്ങനൊരു മിസ്റ്റേക്ക് വരാൻ അനുവദിക്കത്തില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞേയിരുന്നു. പിന്നൊരു തീരുമാനം കൂടി എടുത്തു. ഇനി ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേന് എല്ലാ സാധനവും കറക്റ്റായിട്ട് അടുത്തടുത്ത് വെച്ചിട്ട് മാത്രമേ ഇനി ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ എന്നൊരു തീരുമാനവും എടുത്തു. അപ്പോൾ പായസമൊക്കെ എത്തിക്കാനടുത്ത് എത്തിച്ചു. എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ടു. അവർ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.